ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ ഒന്നാമത്തെ യൂണിറ്റായ ഗ്രീൻ എർത്ത് എന്നതിൻ്റെ 2ാം ഭാഗമാണ്. ഇതിൻ്റെ പാർട്ട് 1 കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റു ക്ലാസ്സുകളുടെ വീഡിയോകളെല്ലാം STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. വൈൻ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഇഴവള്ളികൾ. നോക്കിക്കേ, ഇവിടെ ഒരു പംകിൻ മത്തൻ്റെ വള്ളി പറയുന്നത് നോക്കിക്കേ. ഫ്രണ്ട്സ്, വി ആർ വൈൻ പ്ലാന്റ്സ്, വി ടു ആർ ഹിയർ. ഞങ്ങൾ എന്താണ്, വള്ളിച്ചെടികളാണ്, ഞങ്ങളും ഇവിടെ ജീവിക്കുന്നവരാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്, ലെറ്റ് us റൈറ്റ്. ഈ വള്ളിച്ചെടികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് എഴുതി നോക്കാം. ആദ്യത്തേത് അവിടെ തന്നിട്ടുണ്ട്, സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ. ഇവ വള്ളികളായി പടരുന്നു. രണ്ടാമത്തേത്, കനോട്ട് സ്റ്റാൻഡ് അപ്പ് എലോൺ. ഇവയ്ക്ക് തനിയെ നിവർന്നു നിൽക്കാൻ സാധിക്കില്ല. ഇനി മൂന്നാമത്തേത് എന്താ, ദേ നീഡ് എ സപ്പോർട്ട് ടു ഗ്രോ. അവർക്ക് വളരണമെങ്കിൽ ഒരു സപ്പോർട്ട്, ഒരു താങ്ങിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ പയർ പടവലം തുടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസിലൊക്കെ നമ്മൾ ഒരു വടി കുത്തി കൊടുത്ത് അതിന് പന്തലൊക്കെ കെട്ടിക്കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? അതാണ് ഉദ്ദേശിച്ചത്. അവർക്ക് വളരണമെങ്കിൽ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിക്കൂ. ഫൈൻഡ് ആൻഡ് നോട്ട് ഡൗൺ മോർ എക്സാമ്പിൾസ് ഫോർ വൈൻ പ്ലാന്റ്സ്. വൈൻ പ്ലാന്റ്സിന്, അതായത് ഇഴവള്ളികൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തി എഴുതൂ. പീ പ്ലാന്റ് പയർ, ബിറ്റർ ഗോഡ് പാവയ്ക്ക, സ്നേക്ക് ഗോഡ് പടവലം, ഇവി ഗോഡ് കോവയ്ക്ക, ജാസ്മിൻ മുല്ല, സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ്, പംകിൻ മത്തൻ തുടങ്ങിയവയെല്ലാം നമുക്ക് വൈൻ പ്ലാന്റ്സിന് എക്സാമ്പിളായിട്ട് എഴുതാവുന്നതാണ്. വൈൻ പ്ലാന്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. ഇഴവള്ളികൾ 2 തരത്തിലുണ്ട്. ദോസ് ദാറ്റ് സ്പ്രെഡ് ആൻഡ് ഗ്രോ അലോങ് ദ ഗ്രൗണ്ട്. ഒന്നെങ്ങനെയാണ്, മണ്ണിലൂടെ, താഴെ നിലത്തൂടെ ഇഴഞ്ഞു പടർന്ന് വളരുന്നവയാണ്. ആൻഡ് ദോസ് ദാറ്റ് ഗ്രോ അപ്വാർഡ്സ് ബൈ ഹോൾഡിംഗ് ഓൺ ടു ഓർ ബൈ സ്പ്രെഡിംഗ് അലോങ് എ സപ്പോർട്ട്. രണ്ടാമത്തെ വിഭാഗമോ, ഒരു താങ്ങ് കൊടുത്ത് അതിൻ്റെ സഹായത്തോടു കൂടിയിട്ട് മുകളിലേക്ക് പടർന്ന് വളരുന്നവയാണ് രണ്ടാമത്തേത്. 2 എണ്ണമാണുള്ളത്. ഒന്ന് മണ്ണിൽ താഴെ വളരുന്നത്. രണ്ടാമത്തേത് ഒരു താങ്ങിൽ സപ്പോർട്ട് കൊടുത്ത് വളരുന്നത്. പ്ലാന്റ്സ് ഇൻ വാട്ടർ, ജലസസ്യങ്ങൾ. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ വാട്ടർ പ്ലാന്റ്സ്. വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സിനെ നമ്മൾ എന്താ പറയുന്നത്? വാട്ടർ പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? വാട്ടർ പ്ലാന്റ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ദേ നീഡ് വാട്ടർ ടു ഗ്രോ. അവയ്ക്ക് വളരാൻ വെള്ളം ആവശ്യമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേതോ, ദെയർ സ്റ്റെം ആൻഡ് റൂട്ട്സ് ആർ ഓൾവേസ് അണ്ടർ വാട്ടർ. അവയുടെ വേരും തണ്ടിൻ്റെ ഭാഗവും എപ്പോഴും വെള്ളത്തിന് താഴെയായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ദെയർ സ്റ്റെംസ് ആർ സോഫ്റ്റ്. അവരുടെ തണ്ട് എങ്ങനെയായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും, മൃദുവായതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഔട്ട് മോർ വാട്ടർ പ്ലാന്റ്സ് ആൻഡ് നോട്ട് ദം ഡൗൺ. നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ വാട്ടർ പ്ലാന്റ്സിൻ്റെ പേരുകൾ എഴുതൂ. ലോട്ടസ് താമര, വാട്ടർ ലില്ലി ആമ്പൽ, ആഫ്രിക്കൻ ലില്ലി, വാട്ടർ ഹയാസിന്ത് എന്ന് വെച്ചാൽ കുളവാഴ. ഇതെല്ലാം വാട്ടർ പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. ലൈഫ് ഇൻസൈഡ് ദ സീഡ്, വിത്തിനുള്ളിലെ ജീവിതം. ഒരു വിത്ത് അവിടെ പറയുന്നത് നോക്കൂ. വാവ്, ലൈറ്റ് അറൗണ്ട്, ഐ ആം അബവ് ദ സോയിൽ. വെളിച്ചം കാണുന്നുണ്ട്, ഞാൻ മണ്ണിന് മുകളിലെത്തി എന്നാണ് പറയുന്നത് അല്ലേ? ഹാവ് യു സീൻ സീഡ്സ് ജെർമിനേറ്റിംഗ്? ലെറ്റ് us ജെർമിനേറ്റ് എ സീഡ്. നിങ്ങൾ വിത്ത് മുളച്ചു വരുന്നത് കണ്ടിട്ടുണ്ടോ? നമുക്കതിനായിട്ടൊരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയാലോ? ഫിൽ എ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വിത്ത് സാൻഡ്. ആദ്യം എന്ത് ചെയ്യണം? ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്, അതായത് പുറത്തേക്ക് കാണുന്ന ഗ്ലാസ്, നമ്മുടെ കുപ്പി ഗ്ലാസ്സില്ലേ, ആ കുപ്പി ഗ്ലാസ്സിൽ കുറച്ച് സാൻഡ്, മണൽ നിറയ്ക്കണം. പ്ലാന്റ് 3 or 4 pea seeds slightly under the sand close to the glass. എന്നിട്ട് ആ മണ്ണിനുള്ളിൽ കുറച്ചൊരു 3-4 പയർ വിത്തുകൾ ഗ്ലാസ്സിനോട് അരികെ ചേർന്നിട്ട് കുഴിച്ചിടണം. വെറ്റ് സാൻഡ്, മണ്ണ് നനയ്ക്കുക. കീപ്പ് ഇറ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസം അതവിടെ വയ്ക്കുക. ഒബ്സർവ് ദ സീഡ് ജെർമിനേറ്റിംഗ്.
അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്ലാസ്സിന് പുറത്തൂടെ നോക്കിയാൽ അവിടെ സീഡ് മുളച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? വിച്ച് പാർട്ട് ഓഫ് ദ സീഡ് വിൽ ജെർമിനേറ്റ് ഫസ്റ്റ്? വിത്തിൻ്റെ ഏതു ഭാഗമാണ് ആദ്യം മുളച്ച് വരുന്നത്? ആദ്യം റൂട്ടാണ് മുളച്ച് വരുന്നത്, വേരാണ് മുളച്ച് വരുന്നത്. ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ ഫസ്റ്റ് ലീഫ് ടു സ്പ്രൗട്ട്? ആദ്യത്തെ ഇല മുളച്ച് വരാൻ എത്ര ദിവസം എടുക്കും? വിത്തിൻ 1 വീക്ക് കൊണ്ട്, ഒരാഴ്ച കൊണ്ട് ആദ്യത്തെ ഇല മുളച്ച് വരുന്നത് നമുക്ക് കാണാം. ഒബ്സർവ്, ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ എൻവയൺമെൻറ്റൽ സയൻസ് ഡയറി. ഡ്രോ പിക്ചേഴ്സ് ടു. ഈ വിത്തിനുണ്ടാവുന്ന ഓരോ മാറ്റങ്ങളും എല്ലാ ദിവസവും നിരീക്ഷിച്ച് എന്ത് ചെയ്യണം? നിങ്ങളുടെ EVS ബുക്കിൽ എഴുതി കൊടുക്കണം. പിക്ചേഴ്സും വരയ്ക്കണേ. മൈ പ്ലാന്റ്, എൻ്റെ ചെടി. ജെർമിനേറ്റ് എ സീഡ് ഇൻ യുവർ ഹോം. വീട്ടിലൊരു വിത്ത് മുളപ്പിക്കുക. യു ഷുഡ് പ്ലാന്റ് ദ സീഡ് വേർ ദർ ഈസ് ലൈറ്റ്. ലൈറ്റുള്ളിടത്ത് വേണം, വെളിച്ചമുള്ളിടത്ത് വേണം വിത്ത് മുളപ്പിക്കാൻ. വെൻ ദ സീഡ് ജെർമിനേറ്റ്സ് ആൻഡ് ദ പ്ലാന്റ് ഗ്രോസ്, ഗിവ് ഇറ്റ് ദ മാനുവർ നീഡഡ്. ചെടി മുളച്ച് വന്ന് വലുതാവുന്ന സമയത്ത് അതിനാവശ്യമുള്ളതെല്ലാം കൊടുക്കണേ, അതായത് വെള്ളവും വളവും എല്ലാം കൊടുക്കണം. യു വിൽ ഒബ്സർവ് മോർ ലീവ്സ് സ്പ്രൗട്ടിങ് ഇൻ ദ പ്ലാന്റ്, ദ സ്റ്റെം ഗ്രോയിങ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് അപ്പിയറിങ്. നിങ്ങൾക്ക് ചെടി വലുതായി പുതിയ ഇലകൾ വരുന്നതും അതിൻ്റെ തണ്ട് വളരുന്നതും പൂക്കളുണ്ടാവുന്നതും കായ്കളുണ്ടാവുന്നതും എല്ലാം കാണാൻ പറ്റും. പ്രിപ്പയർ ആൻ ആക്ടിവിറ്റി റിപ്പോർട്ട് ലൈക്ക് ദ എക്സാമ്പിൾ ഗിവൺ അലോങ് വിത്ത് പിക്ചേഴ്സ്. താഴെ തന്നിട്ടുള്ളതുപോലെ ഈ ചെടി വളരുന്നതിൻ്റെ ഒരു ആക്ടിവിറ്റി റിപ്പോർട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ആക്ടിവിറ്റി റിപ്പോർട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം? ദ സീഡ് ടൈപ്പ്, വിത്തിൻ്റെ പേര് വേണം. ദ ഡേറ്റ് ഓഫ് പ്ലാന്റിങ്, നിങ്ങൾ വിത്ത് നടുന്ന തീയതി വേണം. ഡേറ്റ് ഓഫ് ജെർമിനേഷൻ, വിത്ത് മുളച്ച് വരുന്ന തീയതി വേണം. ദ ഡേറ്റ് ഓഫ് ഫസ്റ്റ് സ്പ്രൗട്ട്, ആദ്യമായിട്ട് ഇല വരുന്ന തീയതി വേണം. ദ ഡേറ്റ് ഓഫ് 2 ലീവ്സ് അപ്പിയറിങ്, 2 ഇലകൾ വരുന്ന തീയതി വേണം. ദ ചേഞ്ചസ് ഇൻ ദ പ്ലാന്റ് ഇൻ 7 ഡേയ്സ്, 7 ദിവസം കൊണ്ട് ആ പ്ലാന്റിനുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതണം. ഹൈറ്റിൽ, അതായത് നീളത്തിൽ, തിക്നെസ്സിൽ, അതിൻ്റെ വണ്ണത്തിൽ, നമ്പർ ഓഫ് ലീവ്സിൽ, ഇലകളുടെ എണ്ണത്തിൽ. ദ ഡേറ്റ് ഓഫ് ഫ്ലവറിങ്, പൂവിടുന്ന തീയതി വേണം. ദ ഡേറ്റ് ഓഫ് ഫ്രൂട്ട് അപ്പിയറിങ്, കായ ഉണ്ടാവുന്ന തീയതി വേണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ആക്ടിവിറ്റി റിപ്പോർട്ടിൽ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റി നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ. പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ്, വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ. നോക്കിക്കേ, ഇവിടെ 2 കുട്ടികളുണ്ട്. അതിലൊരാൾ പറയുന്നത് നോക്കൂ. സീ ദ സാപ്ലിങ്സ്, ദേ ആർ ഫോംഡ് ഫ്രം ദ റൂട്ട് ഓഫ് ദ കറി ലീഫ് പ്ലാന്റ്. നോക്കിക്കേ, ഈ കറിവേപ്പിലയുടെ വേരുകളിൽ നിന്ന് പുതിയ തൈകൾ വന്നിരിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് നോക്കൂ. ബട്ട് ദ സാപ്ലിങ്സ് ഓഫ് ദ മിറാക്കിൾ ലീഫ് പ്ലാന്റ് ആർ ഫോംഡ് ഫ്രം ദെയർ ലീവ്സ്. മിറാക്കിൾ ലീഫ് പ്ലാന്റിൻ്റെ സീഡ്, മിറാക്കിൾ ലീഫ് പ്ലാന്റ് എന്ന് വെച്ചാൽ ഇലമുളച്ചില്ല, നമ്മുടെ ഇലമുളച്ചിയുടെ പുതിയ തൈകളെ എവിടെ നിന്നാണ് വരുന്നത്? ദേ ആർ ഫോംഡ് ഫ്രം ദെയർ ലീവ്സ്, അവയുടെ ഇലകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സീഡ്സിൽ നിന്ന് മാത്രമല്ല, റൂട്ടിൽ നിന്നും ലീഫിൽ നിന്നും എല്ലാം പുതിയ സാപ്ലിങ്സ് നമുക്കുണ്ടാക്കാം എന്ന് മനസ്സിലായല്ലോ. സൈറ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു പ്ലാന്റ് ചെത്തി, ഹിബിസ്കസ്, നിശാഗന്ധി, റോസ്, പംപ്കിൻ, മാംഗോ ട്രീ, ജാസ്മിൻ ആൻഡ് കടപ്ലാവ് ഫോർ എക്സ്പാൻഡിങ് ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ക്ലാസിഫൈ ദീസ് പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു വിച്ച് പാർട്ട് ഓഫ് ദം ഈസ് പ്ലാന്റഡ്. ഫൈൻഡ് ഔട്ട് മോർ പ്ലാന്റ്സ് ഇൻ ദീസ് കാറ്റഗറീസ്. അപ്പോൾ സൈറയും അവളുടെ കൂട്ടുകാരികളും കൂടിയിട്ട് കുറച്ച് ചെടികൾ അവരുടെ സ്കൂളിൻ്റെ ഗാർഡനിൽ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചെടിയുടെ ഏത് ഭാഗമാണ് നമ്മൾ മുളപ്പിക്കേണ്ടത് എന്ന് എഴുതി കൊടുക്കണം. അതായത് ആ പ്ലാന്റ്സിൻ്റെ സീഡാണോ, റൂട്ടാണോ, സ്റ്റെമ്മാണോ, ലീഫാണോ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് എന്ന് എഴുതി കൊടുക്കണം കേട്ടോ. ആദ്യത്തേത് ചെത്തിയാണ്. ചെത്തിയുടെ സ്റ്റെമ്മാണ് നമ്മൾ പ്ലാന്റ് ചെയ്യാറ്. പിന്നെ ഹിബിസ്കസ്, ഹിബിസ്കസ് എന്ന് വെച്ചാൽ ചെമ്പരത്തി, ചെമ്പരത്തിയുടെയും സ്റ്റെമ്മാണ് നമ്മൾ നടാറ്. നിശാഗന്ധി, നിശാഗന്ധിയുടെ ലീഫാണ്. റോസ്, റോസിൻ്റെ സ്റ്റെമ്മാണ്. പംകിൻ, മത്തൻ, മത്തൻ്റെ സീഡാണ്. മാംഗോ ട്രീ, മാംഗോ ട്രീയുടെ സീഡാണ്, വിത്താണ്. ജാസ്മിൻ, മുല്ല, മുല്ലയുടെ റൂട്ടാണ് നമ്മൾ നടാറ്. അടുത്തത് കടപ്ലാവ്, കടപ്ലാവിൻ്റെയും സീഡാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇന്നെടുത്ത ക്ലാസ് മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഇന്ന് ചെയ്ത ആക്ടിവിറ്റീസ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ അടുത്ത പാർട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്